ഹായ് ഓൾ, വെൽക്കം ടു എസ്എഫ്എംസ്. ഇന്ന് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൊണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും നമ്മൾ ഓർഡർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി പെട്ടെന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസ്ലിൻ ഫാബ്രിക് ആണ്. അതിലേക്ക് നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റ് ആണ്. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് മസ്ലിൻ. ഇങ്ങനെ വരുന്നു. നല്ലൊരു എന്താ പറയുക, റിച്ച് ആൻഡ് പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ആൻഡ് നമുക്ക് ഇത് കഫ്താനൊക്കെ തയ്ക്കാനും നല്ലൊരു ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. കുർത്തി വെറുതെ പ്ലെയിൻ ആയിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു. ആൻഡ് ഫ്രോക്സ്, വെസ്റ്റേൺ ടൈപ്പിലുള്ള ഫ്രോക്സോ അല്ലെങ്കിൽ ഷർട്ട്, നമുക്ക് ജീൻസിന് ഷർട്ട് അടിക്കാനും നല്ലൊരു ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു കേട്ടോ. നമുക്ക് ജീൻസിനൊക്കെ കൂടെ അല്ല, നമുക്ക് എപ്പോഴും ഈ ഫാബ്രിക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുർത്തി മാത്രം ചിന്തിക്കണ്ട. ഇനി കുറച്ച് ഏജ് ഉള്ള ഡ്രസ് കുർത്തീസ് മാത്രം ഇടുന്നവരാണ് കുർത്തീനെ പറ്റി ആലോചിക്കുന്നത്. അല്ലാത്തവർക്ക് നമുക്ക് ഈ ഷർട്ട് അടിക്കാം, അങ്ങനെ ഫ്രോക്സ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ എന്ത് പാറ്റേണും നമുക്ക് ഒരു ഫാബ്രിക്കിനെ മാറ്റിയെടുക്കാൻ റേഞ്ചിനനുസരിച്ച് കേട്ടോ. സോ നമുക്ക് അങ്ങനെ ഷർട്ടായിട്ടൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. 410 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് വിഡ്ത്ത്. ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത്. റെഡും പിന്നെ ഒരു ലൈറ്റ് ഒരു എന്താ പറയുക, ഒരു റെഡ്, ഒരു പീച്ചിഷ് റെഡ് കളറും വൈറ്റും ആണ് എൻ്റെ കോമ്പിനേഷൻ. നല്ലൊരു റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഫസ്റ്റ് വൺ. ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് വയലറ്റ് ആണ്. വയലറ്റും ലാവൻഡറും വൈറ്റും ഷെയ്ഡിലേക്ക് വരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ്. ഇതാ ഇങ്ങനെ വരും. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. നമുക്ക് ഷർട്ട് അടിക്കാനൊക്കെ നല്ലൊരു മെറ്റീരിയലാണ്. ഭയങ്കര ട്രാൻസ്പെറൻറ്റും അല്ല, ഭയങ്കര തിക്കും അല്ല, അങ്ങനത്തെ ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു. 410 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് വിത്ത്. ഷെയ്ഡ് കളർ കോമ്പിനേഷൻസ് ഇതാണ് കേട്ടോ. ഡാർക്ക് ഒരു വയലറ്റ്, പിന്നെ ഒരു ലാവൻഡർ, വൈറ്റ്. ഈ 3 ഷെയ്ഡ്സിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് രണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് നമുക്ക് ചിനോൺ ഫാബ്രിക്കിലേക്ക് വരുന്ന കളക്ഷൻസ് കാണാം കേട്ടോ. നമ്മൾ പ്ലെയിൻ ചിനോൺ ഫാബ്രിക്സ് ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ചിനോൺ ഫാബ്രിക്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. നല്ലൊരു പിങ്ക് ടോൺ ആണ്. ഒരു പീച്ചിഷ് പിങ്ക് ടോണിലേക്കാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് കേട്ടോ അതിൻ്റെ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള തിക്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറി. അതിലേക്ക് ലൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു സീക്വൻസും കൊണ്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്കിനെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ലൊരു എന്താ പറയുക, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു സ്ലിറ്റഡ് കുർത്തി, ലോങ് സ്ലിറ്റഡ് കുർത്തി അടിക്കാം. അതുപോലെ തന്നെ എ ലൈൻ ചെയ്യാം, ആലിയ കട്ടിലൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ആൻഡ് നമുക്ക് ഇതിനെ സാരി ആയിട്ടും മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആക്കാം. 44 ഇഞ്ചസ് ആണ് ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു സാരി നമുക്ക് ഒന്നെങ്കിൽ വൈറ്റ് കളറിലുള്ള ബ്ലൗസിന്റെ കൂടെ, അല്ലെങ്കിൽ സെയിം കളറിലുള്ള ബ്ലൗസിന്റെ കൂടെ, അല്ലെങ്കിൽ ഈ സെയിം തന്നെ ബ്ലൗസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആൻഡ് നല്ല ഫ്ലോയി ഫാബ്രിക് ആണ്. ചിനോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നല്ല ഫ്ലോയി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കും ഉണ്ട്. നല്ലൊരു സിൽക്ക് ഫിനിഷും ഉണ്ട്. നമ്മൾ സാധാരണ ജോർജറ്റിലും അതുപോലെ ജോർജറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത് അല്ലേ. സോ ചിനോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ന് മേടിച്ചവർക്ക് അറിയാം. ചിനോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു സിൽക്കിൻ്റെ ഒരു കണ്ടന്റും കൂടെ ഉണ്ട്. ജോർജറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മാറ്റ് ഫിനിഷ് ആയിരിക്കും. സോ അതുപോലെ തന്നെ നല്ലൊരു സിൽക്ക് ഫിനിഷ് ഉള്ളൊരു ഫാബ്രിക്കാണ്. നമുക്ക് സാരി ആക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. സോ ഇത്രയൊന്നും എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പുതിയൊരു ഫാബ്രിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലേ, മാക്സിമം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. എംബ്രോയിഡറി അല്ലെങ്കിൽ സീക്വൻസിൻ്റെ വർക്കും ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലെ ഇങ്ങനെയാണ് പോകുന്നത്. താഴോട്ടാണ് കേട്ടോ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ്. നമ്മളിത് ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ സെയിം ദുപ്പട്ട, സെയിം ചിനോൺ ഫാബ്രിക്കിലേക്ക് നമുക്ക് ഡൈ ചെയ്ത് നമുക്ക് തരാനായിട്ട് പറ്റും. ഇതിൻ്റെ മീറ്റർ പ്രൈസ് പറഞ്ഞില്ല അല്ലേ, 395 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമ്മൾ ഈ ഒരു പ്രീമിയം ഫാബ്രിക്സ് എല്ലാം 395 റേഞ്ചിലേക്കാണ് കൊണ്ടുവരാറ്. മാക്സിമം നമ്മൾ ഏറ്റവും കുറച്ചിട്ടുള്ള പ്രൈസിലാണ് ഇരുന്നത്. കാരണം പ്യുവർ ഫാബ്രിക്സ് നമുക്ക് ഒരു കാരണവശാലും 400 താഴെ നമുക്ക് കിട്ടത്തില്ല. എല്ലാ ഷോപ്സിലും നിങ്ങൾക്ക് പ്രീമിയം ഫാബ്രിക്സ് മേടിക്കുന്നവർക്കറിയാം 450 എബവ് ആണ് എല്ലാ പ്രീമിയം പ്യുവർ ഫാബ്രിക്സും. എംബ്രോയിഡറി ചെയ്ത് വരുന്ന ഫാബ്രിക്സ് എല്ലാം നമുക്ക് കിട്ടുള്ളൂ. ടോപ്പായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനോട് കൂടിയിട്ട് ഒന്നെങ്കിൽ സെയിം കളറിലുള്ള ദുപ്പട്ട കൊടുക്കാം,
ഇല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് കളറിലുള്ള ദുപ്പട്ടാസ്. ഇത് ഡൈബിൾ ആണ്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം ദുപ്പട്ട തന്നെ ഡൈ ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈബിൾ ദുപ്പട്ടാസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. ഈ ഒരു ദുപ്പട്ട നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൈ ചെയ്തും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1000 റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ദുപ്പട്ട വരുന്നത് കേട്ടോ. കാരണം പ്രീമിയം ദുപ്പട്ടൻ്റെ ഒരു ഇതിൽ വരുന്നത് തന്നെയാണ്. 1065 1065 ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. സോ ഒരു പ്രീമിയം ആൻഡ് ക്ലാസി ലുക്കുള്ള പ്യുർ ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണ്. ഡൈബിളും ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ട. അതെങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ പ്രിന്റ്. സോ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ദുപ്പട്ട വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡൈ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെയർ ഷെയ്ഡാണ്. യെല്ലോയും അല്ല ഓഫ് വൈറ്റും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഷെയ്ഡ് പറയാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ വരും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഇങ്ങനെ വരും. നമുക്ക് എല്ലാവർക്കും എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന, നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു ക്ലാസി ആൻഡ് റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. അതിലേക്ക് സെയിം എംബ്രോയിഡറി തന്നെ വന്നിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വരുന്നു. സാരി ആക്കാനും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഷെയ്ഡ്. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ദുപ്പട്ടയായിട്ട് വേറെ ഇത് നെക്സ്റ്റ് ഡിസൈൻ ആണ് കേട്ടോ. ഇത് 999 റേഞ്ചിലേക്കാണ് ഈ ദുപ്പട്ട വരുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. 1000 റേഞ്ചിലേക്ക് 999 റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട അവൈലബിൾ ആക്കുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. നല്ലൊരു ക്ലാസി ലുക്ക് നമുക്ക് കിട്ടുന്ന ദുപ്പട്ടയാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഡൈ ചെയ്ത് ഈ സെയിം ഷെയ്ഡിൽ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ദുപ്പട്ടയായിട്ട് എപ്പോഴും നമുക്ക് വൈറ്റ് ദുപ്പട്ട ആവശ്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. 2.5 മീറ്റേഴ്സ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത്. 999 പ്രൈസ് വരുന്നു. ഇങ്ങനെ വരുന്നു കേട്ടോ. അടുത്ത ഷെയ്ഡ് ഓറഞ്ച്. നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഷെയ്ഡ്സും നല്ല വളരെ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. സാരിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് സാരിക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ വരുന്നു. ഈ സെയിം ഷെയ്ഡ് തന്നെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ചിനോൺ ഫാബ്രിക്കും അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈ ചെയ്തെടുക്കാം. ഷാൻറ്റൂൺ അല്ലെങ്കിൽ കോട്ടൺ ബോട്ടം ഡൈ ചെയ്ത് ബോട്ടം ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ വരുന്നു കേട്ടോ. നെക്സ്റ്റ് 395 പെർ മീറ്റർ 44 ഇഞ്ചസ് വിഡ്ത്ത്. അടുത്ത നമുക്ക് ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു കളക്ഷനാണ്. നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോ എംബ്രോയിഡറി വന്നിട്ടുള്ള, മാംഗോ ഡിസൈനിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഡോള സിൽക്ക്. ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഡോള സിൽക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് സീക്വൻസും കൊണ്ടുവന്ന ആ ഒരു മാംഗോ ഡിസൈൻ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാൻറ്റൂൺ ഫാബ്രിക്കിലേക്ക് ബോട്ടം ഡൈ ചെയ്തെടുത്തൊരു സെമി പലാസോ പോലെയാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തത്. ആൻഡ് ദുപ്പട്ടയും സെയിം കളറിലേക്ക് ഞാൻ ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈ ഒരു കോറ ഷെയ്ഡിൽ ദുപ്പട്ട എടുക്കുന്നവർക്ക് ഇങ്ങനെയും വേണമെങ്കിൽ, നിങ്ങൾക്ക് സെയിം ഷെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കോറ ഷെയ്ഡിലുള്ള ദുപ്പട്ടയായിട്ടും പെയർ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വരുന്ന ഒരു ഫാബ്രിക്കാണ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. 420 ആണ് പെർ മീറ്റർ റേറ്റ്. അതിൻ്റെ അടുത്ത ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിങ്ക് ആണ്. നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ലാവൻഡറിൻ്റെ ഒരു 5% ലാവൻഡറിൻ്റെ ഒരു ടിൻറ്റും കൂടെയുള്ള നല്ലൊരു ബേബി പിങ്ക് ടോണാണ്. നല്ലൊരു നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ബേബി പിങ്ക് ടോണിലേക്ക് വന്നിരിക്കുന്നു. സെയിം എംബ്രോയിഡറി ഒരു കോറ ഷെയ്ഡിലേക്കാണ്, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. സോ നമുക്കൊരു ഓഫ് വൈറ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഉണ്ടെങ്കിലും നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ വേർതിരിക്കുന്ന സെറ്റിൻ്റെ കൂടെ, അതായത് ഫാബ്രിക്കിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോറ ഷെയ്ഡിൽ വരുന്ന ഒരു മൽക്കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ. ഇതും നമുക്ക് ഈ ഒരു ദുപ്പട്ട നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു കോറ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറിയുടെ വർക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും കാണും അല്ലേ, ഒത്തിരി കളക്ഷൻസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു ദുപ്പട്ട പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. 420 പെർ മീറ്റർ. നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാരറ്റ് ഗ്രീൻ കളറിലേക്ക് ആ ഒരു കോറ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി, സെയിം എംബ്രോയിഡറി തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോ ഈ 3 ഷെയ്ഡ്സിലാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു കോൺസെപ്റ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്യുവർ ആയിട്ടുള്ള ഡോള സിൽക്ക് ഫാബ്രിക്കിലേക്ക് 44 ഇഞ്ചസ് വിഡ്ത്തിൽ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 420.
നെക്സ്റ്റ് നമുക്ക് വാഷബിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിനൻ ഫാബ്രിക് ആണ്. ഒരു സെമി ലിനൻ ഫാബ്രിക്കിലേക്ക് പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു കേട്ടോ. ഒരു ചെക്സ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ചെക്സിന്റെ ഡിസൈൻ വന്നിട്ട് അതിലേക്ക് പ്രിന്റ് വരുന്ന ഓൾ ഓവർ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ബോട്ടം ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ഫാബ്രിക് ആണ്. കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 230 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അതിൻ്റെ അടുത്ത ബ്യൂട്ടിഫുൾ ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് കളർ. അതിലേക്ക് വൈറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നില്ല. അതിലേക്ക് ആ ഒരു ഫ്ലോറൽ മൾട്ടി കളർ പ്രിന്റ് കൊണ്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു പ്രിന്റ്. അതിനകത്തേക്ക് ഇതാണ് കേട്ടോ, ഒരു ചെക്സ് പോലെ ഒരു ലൂറക്സ് ലൈൻസ് പോകുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ പുറത്തേക്കായിട്ടാണ് ഒരു പ്രിന്റ് വരുന്നത്. നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ആൻഡ് ഇതൊരു ചെറി റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കൊക്കെയാണ്. ചെറി റെഡ്, ഓറഞ്ച് ഷെയ്ഡ്, ഗ്രേ ഉണ്ട്, ആൻഡ് ഒരു ലാവൻഡർ, ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്. സോ ഇതിനുള്ള ഏതെങ്കിലും ഒരു ബോട്ടം നമുക്കിതിനെ പെയർ ചെയ്ത് ഒരു ടോപ്പായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിത്ത്. കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 230 ആണ് പെർ മീറ്റർ റേറ്റ്. അതിൻ്റെ അടുത്ത പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിലേക്ക് ഒരു ഓറഞ്ച്, ഒരു ലൈറ്റ് ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആൻഡ് ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ ഉണ്ട്. ആൻഡ് ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലാണ്. ഒരു പീച്ചിഷ് റെഡ് അല്ലെങ്കിൽ പിങ്കിഷ് റെഡ് കളറിലേക്കാണ് അതിൻ്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. സെൽഫ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചെക്സ് പാറ്റേൺ, ഇത് കണ്ടോ, ഒരു ലൂറക്സ് ലൈൻസ് കൊണ്ട് ചെക്സ് പാറ്റേൺ പോയിരിക്കുന്ന ഒരു ഫാബ്രിക്കിലേക്ക് മൾട്ടി കളർ പ്രിന്റ് കൊടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. 230 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് വിഡ്ത്ത്. ഞാൻ വേർതിരിക്കുന്ന ഫാബ്രിക് നല്ലൊരു കോറ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് 60 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു ബണ്ടിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. സോ കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്. സോ ഞാൻ വേർതിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോറ ഷെയ്ഡിലേക്ക് ഒരു തിക്കായിട്ടുള്ള ഒരു ത്രെഡിങ് കൊണ്ട് വരുന്ന എംബ്രോയിഡറി. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു എംബ്രോയിഡറി ആണ്. നമുക്ക് ഈ ജെൻസിൻ്റെ ഷർട്ടിലൊക്കെ നമ്മൾ കുറച്ച് പ്രീമിയം സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈനാണ്. സോ നമുക്ക് കുർത്തി ഫാബ്രിക്കിലേക്ക് ഞാൻ ചെയ്യിച്ചെടുത്തതാണ്. നല്ലൊരു യുണീക്ക് ആൻഡ് എന്താ പറയുക, നമുക്ക് കുർത്തി ചെയ്യാനായിട്ട് കിട്ടാറില്ല ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്. സോ അങ്ങനെ നമ്മൾ ചെയ്യിച്ചെടുത്ത ഒരു ഫാബ്രിക് ആണ്. സോ നല്ല എലഗൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. എന്താ ഇങ്ങനെ വരുന്നു ഡിസൈൻ. ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് കേട്ടോ. ഇത് ഞാൻ വേർതിരിക്കുന്ന ഡിസൈൻ അല്ല, ഇത് വേറെതാണ്. ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി വർക്ക്. ഇതാണ് വന്നിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലൊരു കുറച്ച് വലിയൊരു ത്രെഡിങ് കൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു വർക്കാണ്. നമുക്കിത് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം, സാരി ബ്ലൗസിന് എടുക്കാം, ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം, കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാം. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫാബ്രിക് നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത്ര ഹെവി ഒന്നുമല്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ഇടാൻ പറ്റും. കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി, നല്ല തിന്നായിട്ടുള്ളൊരു കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ലൈനിങ് കൊടുത്ത് ബോട്ടവും സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് കോട്ട് സെറ്റ് പോലെ ഇത് തന്നെ സെയിം ടോപ്പ് ബോട്ടവും ചെയ്യാം. ഞാൻ ഇതിൻ്റെ തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വേറൊരു ഡിസൈൻ ഞാൻ ഇനി കാണിക്കാം. ആ ഒരു സെയിം ഫാബ്രിക് തന്നെ ബോട്ടവും സ്റ്റിച്ച് ചെയ്ത് ഒരു പലാസോ പോലെയാണ് സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ എനിക്കത് ബോട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ടോപ്പ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ലൈനിങ് ഇട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കും, ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ലൈനിങ് ഇട്ടൊരു സെമി പലാസോ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, നല്ലൊരു വെറൈറ്റി ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. സോ ഫസ്റ്റ് വൺ ഇങ്ങനെ വരുന്നു. നല്ലൊരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഡിസൈൻ. ഇതിങ്ങനെ വിട്ട് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ഇതായിട്ടിരിക്കുന്നത് കേട്ടോ. നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇപ്പം ഞാൻ വരുന്നിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല കംഫർട്ടബിൾ ആണ് ആൻഡ് വാഷബിൾ ആണ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഈ ഒരു സമ്മറിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുതന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചൂടും എടുക്കില്ലാത്തൊരു ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഡിസൈൻ. 475 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. നമുക്കൊരു 1.75 അല്ലെങ്കിൽ ഒരു 2 മീറ്റർ താഴെ മതി ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫാബ്രിക് എടുക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതാണ് കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഞാൻ വേർതിരിക്കുന്ന ഡിസൈനാണിത്. ഇത് റണ്ണിങ് വൈസ് അല്ല, വിത്ത് വൈസ് ആണ് ചെയ്യിച്ചിരിക്കുന്നത്. കാരണം ഇതിന് വിത്ത് കൂടുതലുള്ള ഫാബ്രിക് ആണല്ലോ, അതുകൊണ്ട് തന്നെ വിത്ത് വൈസ് ആണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഹോൾസും വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. നമുക്ക് ബ്ലൗസ് ആക്കാനൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ വരുന്നു. ബ്ലൗസ് ചെയ്യാനും കുർത്തി ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനൊക്കെ നല്ല ഫാബ്രിക്കാണ്. കോറ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്.
നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ വിട്ട് കൂടുതലാണ് ആൻഡ് ഇതിൻ്റെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് 2 മീറ്ററിൽ താഴെ മതി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സോ അതനുസരിച്ച് നിങ്ങൾ ഫാബ്രിക് എടുത്താൽ മതിയാവും. ഇങ്ങനെ വരുന്നു. ആൻഡ് ഇതിനോട് വിട്ട് നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന പോലെ ഞാൻ ഇൻട്രോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദുപ്പട്ട. സോ അതുപോലെ നമ്മൾക്ക് ഒരു കോറ ഷെയ്ഡിൽ നമ്മൾ ആദ്യം ഒരു മെറ്റീരിയലിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോറ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ദുപ്പട്ട മലമൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ആൻഡ് സ്കാലപ്ഡ് ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ട ഇങ്ങനെ വരുന്നു. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഇങ്ങനെ വരുന്നു. ഈ ഒരു ദുപ്പട്ട നമുക്ക് ഇതിനോട് വിട്ട് പെയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ദുപ്പട്ട വേണം എന്നുള്ളവർക്ക്, ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ദുപ്പട്ടയുടെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ദുപ്പട്ട നിങ്ങൾ മിസ് ചെയ്യാണ്ട് നിങ്ങളുടെ ഒരു വാർഡ്രോബിലൊന്ന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒത്തിരി ഫാബ്രിക്കിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ദുപ്പട്ട കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമുക്ക് ഇതിനോട് കൂടിയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയുടെ ഒരു ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. കോറ ഷെയ്ഡിലുള്ള ഒരു ദുപ്പട്ട മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം നമുക്ക് നമ്മളെപ്പോഴും വൈറ്റും ബ്ലാക്കും എല്ലാം കീപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു കോറ ഷെയ്ഡും. കാരണം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ കോറ ഷെയ്ഡ്സിൽ വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളതും അതിന് കുറച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നതും എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ നല്ലൊരു ക്ലാസി ലുക്കുള്ള ഒരു ഷെയ്ഡുമാണിത്. ആൻഡ് ഇത് നമുക്ക് ഓഫ് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ്. ആൻഡ് ഇത് ഡൈയബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്ത് യൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ക്ലോസ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി, അതിലേക്ക് ചെറുതായിട്ട് സീക്വൻസും കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കാലപ്ഡ് ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണിത്. ഇങ്ങനെ വരുന്നു. നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ദുപ്പട്ടയാണ്. നമുക്ക് മാനേജ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ഒരുപാട് ഉടയ്ക്കാൻ പറ്റില്ല. ഞാൻ ഇട്ടിരുന്ന ദുപ്പട്ട ഉണ്ടല്ലോ അത് കറക്റ്റ് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ നമുക്ക് നല്ലൊരു ഫോമിലേക്ക് അതിനെ ആയി കിട്ടിയതാണ്. സോ അതുപോലെ തന്നെ ആവുന്ന ദുപ്പട്ടയാണ് കണ്ടോ. തലയിലൊക്കെ ഇടുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട്. ഈവൻ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കണ്ടോ നല്ലൊരു ഭംഗിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. 895 ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത്. ആൻഡ് ഈ മെറ്റീരിയലിൻ്റെ കൂടെ നല്ല ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഫുൾ സെറ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. സോ ഇത് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ വരും. അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നല്ലൊരു ജോമെട്രിക്കൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ആ ഒരു തിക്കായിട്ടുള്ളൊരു എംബ്രോയിഡറി ആണ് അതിൻ്റെ. ഇത് കണ്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമ്മളെപ്പോഴും അവിടെ കാണാത്തൊരു കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കാണിത്. നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ത്രെഡൊന്നും പോകത്തില്ല കേട്ടോ. നമ്മളെങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയാലും പോവില്ലാത്ത ത്രെഡാണ് ഇത് കണ്ടോ. നമ്മളെന്ത് കാണിച്ചാലും പോവില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. സോ ഈ ഒരു ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു പ്രീമിയം ടച്ചും ഒക്കെയാണ് കേട്ടോ ഈ ഒരു റേറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത്. ആൻഡ് വിഡ്ത്തും കൂടുതലാണ്. നമുക്ക് 60 ഇഞ്ചസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.75 അല്ലെങ്കിൽ 2 മീറ്റേഴ്സ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ വിഡ്ത്ത് വൈസ് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. സോ ഈ ഒരു ഫാബ്രിക് കൊണ്ടാണ് ഞാൻ ബോട്ടം എനിക്ക് സ്റ്റിച്ച് ചെയ്തത്. ഞാൻ കോട്ട് സെറ്റ് പോലെയായിരുന്നു ചെയ്തത്. ഇത് ടോപ്പ് ആക്കിയിട്ട് ഈ ഫാബ്രിക് കൊണ്ടാണ് ഞാൻ ബോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് നമുക്ക് ആ ഒരു രീതിയിൽ കോട്ട് സെറ്റ് പോലെയും ചെയ്യാൻ പറ്റും. ഇത് തന്നെ ടോപ്പും ബോട്ടം ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ആദ്യം നമ്മളൊരു ഡിസൈൻ കണ്ടില്ലായിരുന്നു. ഫസ്റ്റ് ഡിസൈൻ ഇതിൻ്റെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ കണ്ടില്ലായിരുന്നു. അതിൻ്റെ കൂടെ നമുക്കിത് ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സോ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈനിങ് ഇടാനായിട്ട് നോക്കാം. കാരണം കുറഞ്ഞ ലൈനിങ് ഇട്ടാൽ കേട്ടോ, കോട്ടൺ ലൈനിങ് ഇടാവുള്ളൂ. ഇങ്ങനെ വരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. 475 ആണ് പെർ മീറ്റർ റേറ്റ്, 60 ഇഞ്ചസ് വിഡ്ത്ത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ കളക്ഷൻസ്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ച് വാട്സപ്പിൽ നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.